നാമം മഹത്വപ്പെടുമാറാകട്ടെ. परमेश्वर की नाम की महिमा हो. ഇന്ന് ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുവാനും സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുകയും സന്തോഷിക്കുകയും मैं प्रभु को धन्यवाद देता हूँ. आपके बीच ने मुझे लेकर आया है. आपका साथ संगति करने में, आराधना करने में मेरे जीवन में सौभाग्य दिया, इसलिए मैं प्रभु को धन्यवाद करता हूँ. ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. यहाँ पर उपस्थित तमाम मेरे भाई बहनों को जय मसीह. ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട ബെൻസി ചായനോടും ടീമിനോടുള്ള പ്രത്യേകമായ നന്ദി പറയുന്നു. और आपके बीच में यहाँ पर नेवदा दिया प्रभु को दास को धन्यवाद करता हूँ. വളരെ അനുഗ്രഹിക്കപ്പെട്ട രണ്ട് സന്ദേശങ്ങൾ നിങ്ങൾ കേട്ടു കഴിഞ്ഞു. बहुत अच्छा, एक अच्छा दो संदेश आप सुन चुके हैं. ഇനി ഒരു സന്ദേശവും കൂടെ പറയുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമാണ്. एक और संदेश आपके बीच में मैं बताने जा रहा हूँ. आखिर में आप सबके लिए हम दुआ करेंगे. വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കാൻ ദൈവം प्रार्थना पूर्व बहुत ध्यान से आगे के समय आप प्रभु का वचन सुनने के लिए तैयार हो जा. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുന്നു. मरकोस 16 अध्याय 15वीं आयत से आज वचन की मनादी के लिए हम पढ़ेंगे. നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പീൻ. तुम सारे जगत में जाकर सारी सृष्टि के लोगों को सुसमाचार प्रचार करो. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ അന്ത്യകൽപ്പനയാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ये वचन हमारे प्रभु यीशु मसीह की अंतिम आज्ञा है. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിക്കപ്പെട്ട എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ സുവിശേഷം हमारे प्रभु यीशु मसीह मन फिराए हुए, उद्धार पाए हुए तमाम लोगों से कहता है और तुम जाओ सारे जगत में जाके प्रचार करो. നമുക്കറിയാം ലോകത്തിലെ എല്ലാ മനുഷ്യരും പാപികളാണ്. हम जानते हैं दुनिया का तमाम लोग पापी लोग हैं. നമ്മൾ ഒരു കാലത്ത് പാപികളായിരുന്നു. एक जमाने में हम भी पापी थे. നമ്മെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. हमें उद्धार देने के लिए प्रभु को हमारे ऊपर जो तरस आया, ദൈവത്തിന് പ്രസാദം തോന്നിയിട്ട് ദൈവം തന്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുവാനായിട്ട് हमारे लिए अपने एकलौते पुत्र प्रभु यीशु मसीह को हमारे लिए दे दिया है. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപേ യേശു ക്രിസ്തു കന്യക മറിയയിലൂടെ ഭൂജാതനായി. आज से 2025 साल पहले कुमारी मरियम के द्वारा यीशु जन्मा है. യേശു ഈ ലോകത്തിൽ ജീവിച്ചു, പ്രവർത്തിച്ചു. प्रभु यीशु मसीह दुनिया में आया, चमत्कार किया और आश्चर्यकर्म किया है. യേശുവിന്റെ ജീവിതകാലത്ത് അനേക രോഗികളെ സൗഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയിലൂടെ താൻ ദൈവപുത്രനാണെന്നും രക്ഷിതാവാണെന്നും ലോകത്തിൽ വിളിച്ചറിയിച്ചു. प्रभु यीशु मसीह पत्नी की सेवा में कई बीमार चंगे हो गया, कई आश्चर्य कर्म हो गया और यीशु ने प्रचार किया, मन फिरावो क्योंकि स्वर्ग के राजा निकट है. ഏറ്റവും ഒടുവിൽ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിക്കുവാനായിട്ടിടയായി. 33.5 साल की उम्र में सबसे आखिरी में प्रभु यीशु मसीह हमारे पापों के लिए कलवरी क्रूस पर कुर्बान हो गया. യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് തന്നെ മനുഷ്യർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ. प्रभु यीशु मसीह धरती पर आने के पीछे मकसद पापियों को बचाने के लिए था. ക്രൂശ് വർണ്ണം വഹിക്കുന്നതിനാണ് യേശു വന്നത്. क्रूस उठाने के लिए यीशु मसीह आया. യേശുവിന്റെ ക്രൂശ് മരണത്തോടുകൂടി രക്ഷയുടെ ഒരു വലിയ വാതിൽ തുറക്കപ്പെട്ടു. क्रूस की मृत्यु के द्वारा उद्धार का द्वार खुल गया. യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ തലയിൽ മുൾക്കിരീടം വയ്ക്കുകയും കാലുകൈകളിൽ ആണിയടിക്കപ്പെടുകയും വിലാപ്പുറത്ത് കുത്തുകയും ചെയ്തു. चढ़ाने के वक्त में सिरों में कांटों को मुकुट रखा, पीठ में 39 बार मार खाया, हाथों में पैरों में कीला ठोक दिया. യേശുവിന്റെ ശരീരത്തിൽ നിന്ന് തന്നെ രക്തം വാർന്നു വാർന്ന് ഒഴുകുവാനായിട്ടിടയായി. सिर से बाइबल कहती है खून बहता गया, खून बहता गया, खून बहता गया. ഈ രക്തത്തെ കുറിച്ച് ബൈബിൾ പറയുന്നു. ഈ രക്തത്തെ കുറിച്ച് ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ്. खून के बारे में बाइबल कहती है यीशु के लहू
शुद्ध करता है। യേശു മരിച്ച് അടക്കപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും प्रभु ചെയ്തു. यीशु मसीह हमारे लिए मारा गया, गाड़ा गया मौत से तीसरे दिन। ഇന്ന് നാം ഉയർത്തി കാണിക്കുന്ന യേശു മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ജയിച്ച് ജയവീരനായി ഇന്നും ജീവിക്കുന്ന യേശുവാണ്. आज हमारे प्रभु जिंदा है। ओ यीशु मौत को हरा दिया है। ഈ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ് മനുഷ്യവർഗത്തിന് രക്ഷയുള്ളത്. भाई बहनों, यीशु के अलावा पृथ्वी के ऊपर उद्धार पाने के लिए कोई राह नहीं है। യേശു മനുഷ്യർക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞ് സ്വർഗ്ഗാരോഹണം ചെയ്തു പോകുവാനായിട്ടിടയായി. यीशु मसीह ने मनुष्य के लिए जो कीमत चुकाना है, सारे कीमत चुकाकर यीशु स्वर्ग उठा लिया गया। ഇന്ന് യേശു എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. वर्तमान में प्रभु यीशु मसीह हमारे लिए सुंदर जगह तैयार कर रहा है। ഈ യേശു വീണ്ടും വരും. वो यीशु अधिशीघ्र वापस आने वाला है। നാം ഓരോരുത്തരും ആ പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണല്ലോ. हम सभी लोग बहुत उम्मीद करते हुए यीशु की बात जोहते रहते हैं। ദൈവം നമ്മെ സഹായിക്കട്ടെ. प्रभु हमें मदद करने पाए। എന്നാൽ യേശു ഈ ലോകത്തിലേക്ക് വന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നതിനോടൊപ്പം യേശുവിന് അറിയാം ഇവിടുന്ന് മരിച്ച് യേശു ഇവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് പോകുമെന്നുള്ളത്. इस दुनिया में आया, चमत्कार किया, मारा गया। यीशु मसीह के मालूम है यीशु मरने के बाद स्वर्ग जाएंगे। യേശു ഉയർത്തെഴുന്നേറ്റ് പോകുന്നതിന് മുൻപേ ഈ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കാൻ യേശു ആദ്യം 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയുണ്ടായി. और यीशु स्वर्ग जाने से पहले प्रभु यीशु करने के लिए यीशु मसीह ने 12 चेलों को चुन लिया। അതിനുശേഷം 70 ശിഷ്യന്മാരെ उसके തിരഞ്ഞെടുക്കുകയുണ്ടായി. पश्चात 70 चेलों को चुन लिया। യേശുവിന്റെ ലക്ഷ്യം ഈ ലോകത്തിൽ എല്ലാവരും യേശുവിനെ കുറിച്ച് അറിയണമെന്നുള്ളതാണ്. यीशु ये चाहता है, प्रभु यीशु मसीह की तमन्ना है, दुनिया का तमाम लोग यीशु मसीह के बारे में जानना है। ഈ കോടിക്കണക്കിന് ജനമുള്ള ഈ ലോകത്തിൽ ഈ 12 പേരെ കൊണ്ട് ഈ സുവിശേഷം എല്ലായിടവും എത്തിക്കാൻ കഴിയയില്ല. आपका मालूम है करोड़ों तादात्मिक आबादी वाला ये दुनिया में 12 चेलों से हर एक लोगों के अंदर पास सुसमाचार सुना नहीं सकता। അതുകൊണ്ട് യേശു എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു സകല മനുഷ്യരോടും പറയുകയാണ്, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. जी उठने के बाद प्रभु यीशु मसीह ने तमाम विश्वासियों से कहता है, तुम जाओ, सारे जगत में जाओ, जातियों को चेल बनाओ। സുവിശേഷം അറിയിക്കുക എന്നുള്ളത് യേശുവിന്റെ കൽപ്പനയാണ്. सुसमाचार सुनाना ये प्रभु यीशु मसीह की आज्ञा है। ഈ സുവിശേഷം അറിയിക്കുക എന്നുള്ള ഈ വലിയ ദൗത്യം ദൈവം മനുഷ്യരെയാണ് ये ഏൽപ്പിച്ചിരിക്കുന്നത്. सुसमाचार सुनाने के लिए उत्तरदायित्व परमेश्वर ने केवल मनुष्य को दिया है। ആ ഉത്തരവാദിത്വം ഇവിടെ ഇരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. सुसमाचार सुनाने के लिए जो उत्तरदायित्व आप सबको प्रभु ने दिया है। എന്താണ് സുവിശേഷം എന്ന് പറയുന്നത്? सुसमाचार की मतलब क्या है? സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം സദ്വർത്തമാനം എന്നാണ്. सुसमाचार की मतलब क्या है? ഇതിന് Good news. സുവാർത്ത എന്നും പറയാം. और എന്നാൽ अच्छी खबर। എന്നാൽ ഈ സുവിശേഷത്തിന് മറ്റൊരു നിർവചനം വിശുദ്ധ ബൈബിളിൽ കൊടുക്കുകയാണ്. बाइबल दूसरा एक अर्थ बताता है। ആ നിർവചനം ഇങ്ങനെയാണ്. इसी प्रकार का है, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് दाऊद की संतति बनकर मारा गया, गाड़ा गया ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. और जी उठा हुआ प्रभु यीशु मसीह को याद करो। അതാണ് സുവിശേഷം. ये सुसमाचार। സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ്. सुसमाचार की मतलब प्रभु यीशु मसीह है। ഈ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതാണ് സുവിശേഷ വേല. बताना है ये सुसमाचार। ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയായിട്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ये हमारा सबका उत्तरदायित्व है
प्रभु ने हमारे ऊपर दिया है। ഈ സുവിശേഷം അറിയിക്കാനായിട്ട് പ്രത്യേകിച്ച് കുറെ പേരെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടില്ല. सुसमाचार सुनाने के लिए परमेश्वर ने किसी किसी को नियुक्त नहीं किया है। രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവൈദ്യന്റെയും ചുമതലയാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. भाई बहनों, उद्धार पाए हुए प्रत्येक भाइयों को बहनों की उत्तरदायित्व है सुसमाचार फैलाना। ഇവിടെ വന്നിരിക്കുന്ന ആ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, आज यहाँ पर मौजूद भाई बहनों से मैं पूछना चाहता हूँ, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത്? हम आने के मकसद क्या है? ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് ഈ ട്രെയിനിങ് കഴിയുമ്പോൾ നിങ്ങളുടെ സ്ഥലങ്ങളിൽ പോയി സുവിശേഷ വേല ചെയ്യുന്നതിന് വേണ്ടിയാണെന്ന്. मैं विश्वास करता हूँ ये 2 सप्ताह का ट्रेनिंग लेकर आप अपने गाँव में जाके सुसमाचार सुनाएंगे। അങ്ങനെയുള്ളവർ ഒന്ന് കൈകളെ ഉയർത്തി കാണിക്കാമോ? कितने लोग सुसमाचार सुनाएंगे? वे लोग हाथ उठाकर प्रभु की महिमा करे। നിങ്ങൾ പലരും നിങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് പോയി आप अपने गाँव में जाके यीशु के नाम सुसमाचार सुनाएंगे। ഈ സുവിശേഷം അറിയിക്കുവാനാണല്ലോ നിങ്ങൾ ഒരുങ്ങുന്നത്. ये सुसमाचार तैयार हो जाता है। എന്നാൽ ഈ സമയം നിങ്ങൾ ഓർക്കുക, ഈ സുവിശേഷം അറിയിക്കുക എന്നുള്ളത് യേശുവിന്റെ കൽപ്പനയാണ്. ये सुसमाचार सुनाना प्रभु यीशु मसीह की आज्ञा है। ആ കൽപ്പന ദൈവം നമ്മെ ഓരോരുത്തരെയും ये ഏൽപ്പിച്ചിരിക്കുകയാണ്. आज्ञा हमें सबको प्रभु ने दिया है। നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം प्रेरितों की पुस्तक 16-ാം അധ്യായം 16वीं अध्याय അതിന്റെ 10ാമത്തെ വാക്യം उसकी നമുക്ക് വായിക്കാം. 10वीं आयत तो कोई भी व्यक्ति पढ़िए। അപ്പോസ്തല പ്രവൃത്തി प्रेरितों का काम 16-ാം അധ്യായം 10ാമത്തെ വാക്യം. 16वीं अध्याय 10वीं आयत। ആ വചനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, वचन में इस प्रकार लिखा है, അവരെ സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്നാണ്. सुसमाचार सुनाने के लिए हमें നമ്മെ ദൈവം बुलाया है। ദൈവം സുവിശേഷം അറിയിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുകയാണ്. परमेश्वर ने हमें सबको सुसमाचार सुनाने के लिए बुलाया है। സുവിശേഷം അറിയിപ്പാൻ എന്നെ ദൈവം വിളിച്ചിരിക്കുന്നു എന്ന് ബോധ്യമുള്ള ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. सुसमाचार सुनाने के लिए प्रभु ने मुझे बुलाया। जो विश्वास करता है हाथ उठाकर हालेलुया बोलिए। ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ് സുവിശേഷം അറിയിക്കാൻ. सुसमाचार सुनाने के लिए प्रभु ने मुझे बुलाया है। ഈ സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? यदि सुसमाचार हम 1 കൊരിന്ത്യർ 9-ാം അധ്യായം 16ാമത്തെ തിരുവചനം വായിക്കാം. पगले कुरंदी 1 अध्याय 16वीं आयत में हम पढ़ते हैं, यदि हम सुसमाचार सुनाने के लिए तैयार नहीं है तो क्या होगा? 1 കൊരിന്ത്യർ 9:16. पगले कुरंदी 1:16 बोलिए, यदि मैं सुसमाचार ना सुनाऊं तो मुझ पर हाय। जोर से बोलिए, मिलकर बोलिए, ऊंची आवाज से बोलिए। ഇവിടെ നാം ഈ വചനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ, बाइबल में इस प्रकार लिखा है, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. सुसमाचार यदि मैं नहीं सुनाए तो मुझ पर हाय। നിർബന്ധം നമ്മുടെ പോൽ ഓരോരുത്തരോടും കിടക്കുകയാണ്. एक एक व्यक्ति के ऊपर प्रभु ने ये बात रखा है। നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നമ്മുടെ കുടുംബത്തില് നമ്മുടെ ദേശത്ത് നമ്മേക്കാൾ വിദ്യാഭ്യാസമുള്ള മിടുക്കന്മാരായ ശ്രേഷ്ഠതയുള്ള അനേകരുണ്ടായിരുന്നപ്പോൾ എളിയവരായ നമ്മെ ഈ ശുശ്രൂഷയ്ക്ക് വിളിക്കുവാനാണ് ദൈവത്തിന് പ്രസാദം തോന്നിയിരിക്കുന്നത്. सुनिए सुनिए, हमारा घराने में हमसे बढ़कर खूबसूरत लो है, हमसे बढ़कर अमीर लो है, हमसे बढ़कर पढ़े लिखे लो है, उसके बावजूद भी प्रभु ने हमें बुलाया। ताल बजा के प्रभु की महिमा करे। ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ് സുവിശേഷം അറിയിക്കാൻ. प्रभु ने हमें बुलाया है कि सुसमाचार सुनाने के लिए। ഈ സുവിശേഷ വേല എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. सुसमाचार के कार्य
बहुत आसानी नहीं है। നമുക്കറിയാം കർത്താവ് തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർ, प्रभु ने जो बुलाया प्रेरित लोगों के बारे में हम जानते हैं। യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം यीशु मसीह स्वर्ग जाने के बाद ഒന്നാം നൂറ്റാണ്ടിൽ അവർ സുവിശേഷ വേല ചെയ്തു. पगले शताब्दी में वे लोग सुसमाचार फैलाया അവരെ ദൈവം ശക്തമായിട്ട് അപ്പോസ്തലന്മാരെ ദൈവം ഉപയോഗിച്ചു. और प्रेरितों को प्रभु ने बहुत सामर्थ्य रूप से इस्तेमाल किया है। അവരുടെ ശുശ്രൂഷയിലൂടെ അനേകര് മാനസാന്തരപ്പെടുവാനും അനേക സഭകൾ സ്ഥാപിക്കപ്പെടുവാനും ദൈവത്തിന്റെ വലിയ വീര്യ പ്രവൃത്തികൾ നടക്കപ്പെടുവാനുമായിട്ടിടയായി. प्रेरितों के सेवया के द्वारा कई लोग यीशु को ग्रहण किया, चिन्ह चमत्कार हुआ है। എന്നിട്ടും അവർക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാമോ? आपका मालूम है ये प्रेरित लोगों के आखिर में हुआ क्या? സുവിശേഷ വിരോധികളായ അന്നത്തെ ആൾക്കാര് सुसमाचार विरोधी लोग അപ്പോസ്തലന്മാരെ വിളിച്ചു വരുത്തി അടിക്കുകയും प्रेरित ഉപദ്രവിക്കുകയും लोगों को बुला के मारा और कूटा और जेल में डाला അവരെ പരിഹസിക്കുകയും ചെയ്തു. और बहुत मजाक किया, ठट्ठा किया है। സുവിശേഷ നിമിത്തമായിട്ട് അനേകര് അടികൊള്ളുവാനായിട്ടിടയായി. सुसमाचार के कारण कई लोग मार खाया। സുവിശേഷ നിമിത്തം അനേകര് ജയിലുകളിൽ सुसमाचार के അടയ്ക്കപ്പെടുവാനായി. कारण कई लोग जेल जाना पड़ा। സുവിശേഷത്തിന് വേണ്ടി എത്രയോ ദൈവദാസന്മാർ ത്യാഗം അനുഭവിച്ചു, പ്രയാസങ്ങൾ അനുഭവിച്ചു. सुसमाचार के कारण कई लोग ठोकर का നമുക്കറിയാം ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. आज भी सत्ताव बढ़ते जा रहा है। ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രവർത്തനമാണ്. फैलाना बहुत कठिन बात है। പട്ടിണി കിടക്കേണ്ടി വരും, कई बार आपको भूखा रहना पड़ेगा, കഷ്ടത അനുഭവിക്കേണ്ടി വരും, कष्ट को सहना पड़ेगा, എല്ലാവരും നമ്മെ തള്ളിക്കളഞ്ഞെന്ന് तमाम വരും. लोगों में छोड़ेगा। ചിലപ്പോൾ നാം യേശുവിന് വേണ്ടി രക്തസാക്ഷിയാകേണ്ടതായിട്ട് വരും. शायद यीशु के लिए शहीद होना पड़ेगा പക്ഷേ നാം അതിന്റെ മധ്യത്തിൽ സുവിശേഷ വേല മതിയാക്കി പോകാൻ പാടില്ല. और उसके बीच में हम पीछे नहीं मोड़ना है। കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും മധ്യത്തിൽ कष्ट और दुख की वेला में നാം ശക്തിയോടെ മുന്നോട്ട് പോകണമെന്ന് सामर्थ्य के साथ आगे बढ़ना है। തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. बाइबल इस प्रकार कहती है। നിങ്ങൾക്കറിയാമല്ലോ, ഈ രാജ്യത്തിന് വേണ്ടി ये भारत में അനേക പട്ടാളക്കാർ മരണപ്പെട്ടിട്ടുണ്ടല്ലോ. और भारत में युद्ध के लिए कई फौजी लोग शहीद हुआ है। ചിലയിടത്ത് ഒരു താൽക്കാലിക രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി എത്രയോ പേര് ജീവനെ കൊടുക്കുന്നു. अस्थाई राज स्थापना करने के लिए कई फौजी लोग शहीद होना पड़ा। നമുക്കറിയാമല്ലോ, ശ്രീലങ്കയില് അനേക തമിഴര് അവരുടെ ജീവൻ കൊടുത്തതായിട്ട് ഒരു തമിഴ് രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചു. श्रीलंका में तमिल राज स्थापना करने के लिए कई तमिल लोग शहीद होना पड़ा। എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു കാലത്ത് പഞ്ചാബില് അതൊരു പ്രത്യേക രാജ്യമാക്കുവാൻ അനേക സിഖുകാര് പ്രയാസപ്പെട്ട് അവരുടെ ജീവൻ കൊടുക്കുവാൻ हमारे भारत में पंजाब अलग एक देश बनाने के लिए कई सिख लोग शहीद होना पड़ा। ഇങ്ങനെ പല രാജ്യങ്ങളിലും ഒരു താൽക്കാലിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ഈ ലോകത്തിലെ മനുഷ്യർ അവരുടെ രക്തം കൊടുക്കുമ്പോൾ, അവരുടെ ആരോഗ്യം കൊടുക്കുമ്പോൾ, അവരുടെ ജീവൻ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ നോക്കിയിരിക്കുന്ന രാജ്യമെന്ന് പറയുന്നത് ഒരു താൽക്കാലിക രാജ്യമല്ല, ഒരു ഇളകാത്ത രാജ്യം പ്രാപിക്കുവാൻ നാം നോക്കിയിരിക്കുകയാണ്. भाई बहनों, दुनिया में कई देश अपने राज स्थापना करने के लिए, और राज अस्थाई राज है, वे लोग शहीद होने के लिए तैयार है। लेकिन हमारे लिए एक राज वो अस्थाई नहीं है, वो स्थाई राज हमें स्थापना करने के लिए हमें कितना कीमत चुकाना पड़ेगा। ഒരു ഇളകിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിന് വേണ്ടി മനുഷ്യൻ പോരാടുന്നുവെങ്കിൽ ഇളകാത്ത നമുക്ക് വേണ്ടി സ്ഥാപിതമാകാൻ പോകുന്ന ദൈവരാജ്യത്തിന് വേണ്ടി നാം എത്രമാത്രം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. अस्थाई राज के लिए इतना कीमत चुकाए तो स्थाई राज के लिए हमें कितने आगे कीमत चुकाना है। ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. कलवरी क्रूस पर 3 किलो में लटकते हुए यीशु सवाल आपसे पूछ रहा है,
ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? मैं तेरे लिए मरा, तू मेरे लिए क्या किया? യേശു നമുക്ക് വേണ്ടി മരിച്ചു, यीशु मेरे लिए मारा गया, യേശു നമുക്ക് വേണ്ടി അടികൊണ്ടു, यीशु मेरे लिए मार खाया, യേശു തന്റെ അവസാനത്തുള്ള രക്തം വരെ നമുക്ക് വേണ്ടി यीशु നൽകി. हमारे लिए आखिरी खून हमारे लिए बगाया। യേശു ചോദിക്കുകയാണ്, നീ എനിക്ക് यीशु വേണ്ടി എന്ത് पूछता ചെയ്തു? है, तू मेरे लिए क्या किया? പ്രിയ സഹോദരി സഹോദരന്മാരെ, मेरे प्रिय भाई बहनों, യേശുവിന് വേണ്ടി ജീവിപ്പാൻ, यीशु के लिए जीने के लिए, യേശുവിന് വേണ്ടി പ്രവർത്തിപ്പാൻ, यीशु के लिए काम करने के लिए, യേശു ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ यीशु के लिए शहीद होने के എത്ര लिए പേര് ആരുണ്ടെന്നാണ് ഇന്ന് ചോദിക്കുന്നത്. कितने लोग तैयार है? അത് ദൈവം ചോദിക്കുകയാണ്. प्रभु आपसे पूछता है। നമുക്ക് പാട്ട് പാടാൻ എളുപ്പമുണ്ട്, गीत गाना आसान है, നമുക്ക് ഡാൻസ് ചെയ്യാൻ എളുപ്പമുണ്ട്. नाचना आसान है, ഇതെല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കും. ये दुनिया में खत्म हो എന്നാൽ जाएगा। യേശു ക്രിസ്തുവിന് വേണ്ടി നാം വയൽ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഇതായിരിക്കില്ലല്ലോ അനുഭവം. और सुसमाचार लेकर गांवों में जाने के वक्त में शायद शहीद हो जाएगा। എന്നാൽ പീഡകളും പ്രയാസങ്ങളും വരുമ്പോൾ जीवन में संकट मुसीबत को सामना करना पड़ेगा। ഈ വചനങ്ങളെ നമ്മൾ ഓർക്കണം. യേശു കൽപ്പിച്ചിരിക്കുകയാണ്, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കണമെന്ന്. बाइबल में लिखा हुआ है, सुसमाचार सुनाने के लिए यीशु मसीह ने हमें ദൈ- आज्ञा दिया है। ദൈവവചനം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളെ സുവിശേഷത്തിനായിട്ട് സുവിശേഷം അറിയിപ്പാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന്. पवित्र शास्त्र में लिखा हुआ है, सुसमाचार सुनाने के लिए तुम्हें। നിങ്ങൾ മനസ്സിലാക്കണം, ഈ നിർബന്ധം നമ്മുടെ മേൽ കിടക്കുകയാണ്. നാം സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ നമുക്ക് അയ്യോ കഷ്ടമാണ്. ये महत्वपूर्ण बात हमारे ऊपर है। यदि मैं सुसमाचार ना सुनाए तो मेरे लिए എത്രയോ പ്രധാനപ്പെട്ടതാണ് ഈ ശുശ്രൂഷ. कितने महत्वपूर्ण सेवकाई है ये सेवकाई। ഈ പ്രവർത്തനത്തിലൂടെ നമുക്കുണ്ടാകുന്ന സന്തോഷം എന്താണ്? ये कामों के द्वारा सुसमाचार फैलाने के कारण हमारे लिए क्या क्या फायदा? അനേകര് രക്ഷിക്കപ്പെട്ട് ദൈവകൃപ പ്രാപിച്ച് സ്വർഗരാജ്യത്തിന് അവകാശികളായി कई തീരുകയാണ്. लोग उद्धार पाकर टूटे परिवार जोड़कर स्वर्गराज में पहुंच सकता है। യേശുവിനെ സ്വീകരിക്കാതെ ആളുകൾ നരകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. हजारों लोग यीशु मसीह को ना जानते हुए नरक की ओर जा रहा है। അവര് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരണമെങ്കിൽ नरक की ओर जाने वाला लोग स्वर्ग के हकदार बनने के लिए അവർ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചെങ്കിലേ മതിയാകൂ. जब तक यीशु को उद्धार करके स्वीकार ना करे तब तक वे लोगों के लिए स्वर्ग के फाटक न खुलेगी। അവർ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണമെങ്കിൽ ആദ്യം അവർ യേശു ക്രിസ്തുവിനെ അറിയണം. यीशु मसीह को कबूल करने से पहले यीशु मसीह के बारे में जानकारी पहुंचाना है। റോമാലേഖനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, रोमन के पत्र में हमें सिखाता है, ആരും വായിക്കാതെ എങ്ങനെ പ്രസംഗിക്കും? जब तक कोई नहीं भेजेगा तब तक, जब तक प्रचार ना करेगा कैसे जाएंगे? ആരും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? जब तक प्रचार ना करे तब तक कैसे सुनेंगे? യേശുവിനെ കുറിച്ച് പ്രസംഗിക്കപ്പെടുകയും യേശുവിനെ അറിയിച്ചെങ്കിൽ മാത്രമേ ഈ നരകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന यीशु मसीह के बारे में जब तक प्रचार ना करे तब तक पापी लोग कैसे सुनेंगे यीशु मसीह के बारे में? അവർക്ക് യേശുവിനെ അറിയുവാനായിട്ട് കഴിയുള്ളൂ. और यीशु मसीह को जानेंगे। അപ്പോൾ നമ്മെ ഓരോരുത്തരെയും ഈ സുവിശേഷം പ്രസംഗിപ്പാൻ, യേശുവിനെ അറിയിപ്പാൻ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. सुसमाचार सुनाने के लिए प्रभु ने हम सबको बुलाया है। നമുക്ക് നമ്മളെ ഇന്ത്യയുടെ ഭാഗത്തെ നമുക്കറിയാമല്ലോ. और हम ये बातें हमारा देश में हम जानते हैं। 6 ലക്ഷം ഗ്രാമങ്ങൾ ഇന്ത്യയിലുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. और कम से कम 6 लाख से ज्यादा गांव भारत में है। 6 ലക്ഷം ഗ്രാമങ്ങൾ. और 6.25 लाख गांव भारत में है। വടക്കേ ഇന്ത്യയിലേക്കുള്ള ചില ഗ്രാമങ്ങൾ നമ്മുടെ ഇവിടുത്തെ ഒരു ജില്ലയുടെ അത്രയും വരും. और उत्तर भारत की और एक एक गांव हमारे यहाँ का एक एक जिला की बराबर है। ഈ 6 ലക്ഷം ഗ്രാമങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യയിലെ മിഷണറി സംഘടനകൾ അവകാശപ്പെടുന്ന കണക്കനുസരിച്ച് 1 ലക്ഷത്തിന് താഴെ മിഷണറിമാർ മാത്രമേ ഉള്ളൂ. भारत में मात्र
1,00,000 से कम मिशनरी लोग है। भला- हमें पहुंचना है 7.25 गांवों में सुसमाचार पहुंचाना है। हमारे पास कितना मिशनरी लोग है? ഒരു സാധാരണ മിഷണറി സംഘടനകളെല്ലാം തന്നെ അവർ മിഷണറിമാരെ അയക്കുവാൻ പരിശ്രമിക്കുന്നുണ്ട്, അവരയക്കുന്നുണ്ട്. പക്ഷേ ആ മിഷണറി സംഘടനകൾ തരുന്ന കണക്കുകൾ അനുസരിച്ച് 1,00,000 താഴെ മിഷണറിമാർ മാത്രമേ ഉള്ളൂ. और भारत में सुसमाचार सुनाने वाला तमाम संगठनों के आधार पर कहता है 1,00,000 से कम पादरी लो मिशनरी लो भारत में है। ഗ്രാമങ്ങൾ എത്രയാണ്? 6,00,000. जरा से सोचिए भारत में गांव कितना है? ഈ 7.25 गांव। ഈ മിഷണറിമാര് പ്രവർത്തിക്കുന്നത് തന്നെ ഒരു മിഷൻ സ്റ്റേഷൻ ഉള്ളിടത്ത് തന്നെ അവരെല്ലാവരും പ്രവർത്തിക്കുകയാണ്. एक सागर में अलग अलग मिशन वाला एक ही साथ प्रभु को सेवा करते हैं। ഇന്നും 5,00,000 ഗ്രാമങ്ങളിലെങ്കിലും യേശുവിനെ കുറിച്ച് അറിയാത്ത അനേക ആളുകൾ आपको मालूम है आज भी भारत में 5,00,000 से ज्यादा गांवों में सुसमाचार पहुंचाना बाकी है। ഇത് ഗ്രാമങ്ങളുടെ കണക്കാണ്. ये गांव की आंकड़ा है। ഇനി രാജ്യം നമ്മുടെ ഇന്ത്യയിൽ എത്രയോ ചേരി പ്രദേശങ്ങളുണ്ട്. और भारत में कितने कितने झुग्गी झोपड़ी में लाखों लोग रहते हैं। എത്രയോ ദ്വീപുകളുണ്ട്. कितने कितने टापू में लोग रहते हैं। എത്രയോ പട്ടണങ്ങളുണ്ട്. इतना बड़े बड़े शहर है। അങ്ങനെ ഇനി എന്തുമാത്രം മിഷണറിമാരെയാണ് നമുക്ക് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിരിക്കുന്നത്. भारत में कितने लाखों मिशनरियों का जरूरत है। ഇന്ന് മറ്റ് സംഘടനകൾ എത്രയോ ശക്തമായിട്ട് അവർ ഈ രാജ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. और कई संगठन लोग दिन और रात भारत के कोने कोने में सुसमाचार पहुंचाने के लिए मेहनत कर रहे। ഈ ലോകരക്ഷകനായ യേശുവിനെ നമ്മുടെ ഇന്ത്യ, നമ്മുടെ രാജ്യം അറിയണം. भारत के तमाम लोग उद्धार करता है। നമുക്ക് എന്തുമാത്രം ശക്തിയോടെ പ്രവർത്തിക്കാൻ ഒക്കുമോ അത്രമോളം ശക്തിയോടെ ഈ ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നാം ബാധ്യസ്ഥരാണ്. इसलिए जीवन भर हम ये उम्मीद के साथ प्रार्थना करें, मेहनत करें। दुनिया में एकमात्र प्रभु, एकमात्र परमेश्वर, एकमात्र सृष्टिकर्ता यीशु है करके हम दावा करें। ഇന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ ഒരു പുതിയ ദർശനത്തോടെ പോകണം. आज और कल यहाँ से जाने से पहले दर्शन पाकर वापस जाने पाए। ഒരു തീരുമാനത്തോടെ പോകണം. यहाँ से जाने से पहले ये क्या फैसले के साथ वापस जाना। ഞാൻ യേശുവിനെ പ്രസംഗിക്കും, हम यीशु के बारे में प्रचार करेंगे, സുവിശേഷം അറിയിക്കും, हम सुसमाचार सुनाएंगे ഞാൻ ട്രാക്റ്റുകൾ വിതരണം और ചെയ്യും. पर्ची बाइबल बांटेंगे। എനിക്ക് ദൈവം തരുന്ന കഴിവ് മുഴുവനും ഞാൻ ഈ സുവിശേഷത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി ചെലവഴിക്കുമെന്ന ഒരു തീരുമാനം നമ്മൾ आज എടുക്കേണ്ടിയിരിക്കുന്നു. ये फैसला करें जो भी टैलेंट प्रभु ने आपको दिया है केवल यीशु के लिए टैलेंट मैं इस्तेमाल करूंगा। കർത്താവ് ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ വലിയ വേലയ്ക്ക് വേണ്ടി വിളിക്കുകയാണ്. ये सुसमाचार सुनाने के लिए प्रभु ने हमें बुलाया है। 6,00,000-ലധികം ഗ്രാമങ്ങൾ, 7.25 गांवों में ദ്വീപുകൾ, പട്ടണങ്ങൾ, ചേരി പ്രദേശങ്ങൾ, झुग्गी झोपड़ी शहर और टापू ഈ में സ്ഥലങ്ങളിലെല്ലാം പോകുവാൻ സുവിശേഷ വേലക്കാരെ ആവശ്യമുണ്ട്. दुनिया के भारत के कोने कोने जाने के लिए सुसमाचार सुनाने वाला मिशनरियों की जरूरत है। നമുക്ക് യേശു ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്, एक बार यीशु ने इस प्रकार कहा, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, खेत पक्की है, വേലക്കാരോ ചുരുക്കം. मजदूर थोड़े हैं। അതുകൊണ്ട് യേശു പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം? इसलिए यीशु ने क्या बोला? കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് കൊയ്ത്തിന്റെ യജമാനനോട് പ്രാർത്ഥിക്കണം. कटनी काटने के लिए खेत की मालिक से प्रार्थना करो। ഹല്ലേലൂയ. मिलकर बोले हालेलुया। മാത്രമല്ല മറ്റൊരു കണക്കുകൂടെ ഓർപ്പിക്കട്ടെ. एक और बात मैं बताऊं, നമ്മുടെ കരങ്ങളിലെല്ലാം ബൈബിൾ ഉണ്ടല്ലോ. हमारा हाथों में सबको पास बाइबल है। ഇംഗ്ലീഷ്
ഇംഗ്ലീഷിൽ എത്രയോ പരിഭാഷയുണ്ടെന്നറിയാമോ? आपको मालूम है इंग्लिश में अलग अलग तर्जुमा है इंग्लिश में. പല ബൈബിളുകൾ, ലിവിംഗ് ബൈബിള്, കിങ് ജെയിംസ് വേർഷന്, ഇന്റർനാഷണൽ വേർഷന്, ഇങ്ങനെ പോകുന്ന ഒരു നീണ്ട പട്ടിക. किंग जेम्स वर्स, गुड न्यूज बाइबल, एनआईवी बाइबल, एम्प्लीफाइड बाइबल, इसी तरह का कई तर्जुमा है इंग्लिश में. മലയാളത്തിൽ എത്രയോ ബൈബിൾ ഉണ്ടെന്നറിയാമോ? मलयालम में अलग अलग तर्जुमा वाला बाइबल उपलब्ध है. സത്യവേദ പുസ്തകം, വിശുദ്ധ സത്യവേദ പുസ്തകം, സത്യഗ്രന്ഥം, ഇങ്ങനെ പോകുന്നു. അതിന് പരിശുദ്ധ ബൈബിള്, ഇങ്ങനെ പോകുന്നു നീണ്ട പട്ടിക. और सत्य ग्रंथ पवित्र बाइबल और इसी प्रकार का अलग अलग तर्जुमा वाला बाइबल है. ഹിന്ദിയിലും ഞങ്ങൾക്കൊക്കെ ബൈബിൾ ഉണ്ട്. हिंदी में भी पवित्र शास्त्र है, मछली छाप बाइबल है. എന്നാൽ നമ്മുടെ ഇന്ത്യയില് ഒരു ഭാഷയിൽ പോലും വിവർത്തനം ചെയ്യാത്ത നൂറുകണക്കിന് ഭാഷകളുണ്ട്. सुनिए सुनिए सुनिए, हमारे पास पढ़ने के लिए बाइबल है. आज भी भारत में सैकड़ों भाषा में एक बाइबल भी नहीं है. ആയിരത്തിലധികം ഭാഷകൾ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് आपको मालूम है കണക്കാക്കപ്പെടുന്നത്. भारत में 1000 से ज्यादा भाषाएं हैं. പല ഭാഷകളിലും ലിപികൾ കണ്ടെത്തിയിട്ടില്ല. आज तक कई भाषाओं में लिपि नहीं है. എത്രയോ ഭാഷകളിൽ ഇനിയും ബൈബിൾ പരിഭാഷപ്പെടുത്തേണ്ടിയിരിക്കുന്നു. हमारे भारत में और भी कई भाषाओं में പക്ഷേ बाइबल अनुवाद करना बहुत जरूरी है. ചില സംഘടനകളൊക്കെ ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. कई लोग परिश्रम कर रहे हैं. ഇതിനു വേണ്ടി എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? हमें क्या सहयोग करना है? നമുക്ക് ചില കാര്യങ്ങൾ പ്രായോഗികമായിട്ട് ചെയ്യാനായിട്ട് കഴിയും. हम थोड़ा कुछ काम कर सकते हैं. ഒന്നാമത് പ്രാർത്ഥിക്കുക. प्रार्थना कर सकते हैं ना. ദൈവം അനേകം മിഷണറിമാരെ എഴുന്നേൽക്കുവാൻ, लाखों मिशनरी लोग उठ खड़ा होने के लिए, पैदा होने के लिए क्या प्रार्थना कर सकते हैं? कुछ बोलो ना. സുവിശേഷം എത്തപ്പെടാത്ത സ്ഥലങ്ങളിൽ സുവിശേഷവുമായി പോകുവാൻ ദൈവം അനേകരെ എഴുന്നേൽപ്പിക്കേണ്ടിയിരിക്കുന്നു. और जहां सुसमाचार नहीं पहुंचा वहां पर जाने के लिए क्या प्रार्थना कर सकते हैं? ബൈബിൾ പരിഭാഷപ്പെടുത്തുവാൻ ഇനിയും അനേകരെ ദൈവം എഴുന്നേൽപ്പിക്കേണ്ടിയിരിക്കുന്നു. बाइबल के अनुवाद करने वाला कई भाषाओं में अनुवाद करने के लिए कई लोग उठ खड़े होने के लिए क्या आप प्रार्थना कर सकते हैं? ഈ മിഷണറിമാരെ സപ്പോർട്ട് ചെയ്യാൻ, ബൈബിൾ പരിഭാഷപ്പെടുത്തുവാൻ, ഈ ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ധാരാളം പണത്തിന്റെ ആവശ്യമുണ്ട്. സ്വർഗത്തിലെ ദൈവം അതിനാവശ്യമായ സ്പോൺസേഴ്സിനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ये भी प्रार्थना कर सकता है. ये बाइबल अनुवाद करने के लिए बहुत पैसे की जरूरत है. ये भी आप प्रार्थना कर सकते हैं ना. കിട്ടുന്നവരോടെല്ലാം സുവിശേഷം പറയണം. आपके पास जितने जाति के लोग आपके पास आते हैं सबको यीशु मसीह के बारे में आप प्रचार करना है. നമുക്ക് പുതിയ നിയമ പ്രതികളും ട്രാക്റ്റുകളും ഒക്കെ ശേഖരിച്ച് അക്രൈസ്തവരായ ആളുകൾക്ക് അത് കൊടുക്കുവാനായിട്ട് सुनिए സാധിക്കും. सुनिए, नया नियम को आप जमा करना और नया लोगों से जो मुलाकात करते समय उनको हाथों में देना. നാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഈ ഭാരത സുവിശേഷീകരണത്തിൽ നാം ഒരു വലിയ പങ്ക് വഹിക്കുകയാണ്. रोज इसी प्रकार किसी किसी को सुसमाचार सुनाए तो भारत के तमाम लोगों के कानों में सुसमाचार पहुंच जा सकता है. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ തടസ്സങ്ങൾ വരാം. सुसमाचार प्रचार करने के लिए जाने के वक्त में रुकावट तो आएंगे, പ്രതികൂലങ്ങൾ വരാം. समस्या तो खड़ी हो जाएंगे, വലിയ പ്രശ്നങ്ങൾ വരാം. बड़ी बड़ी समस्या आ सकते हैं. നിങ്ങൾ പുറകോട്ട് നോക്കരുത്, कभी भी മുൻപോട്ട് पीछे നോക്കണം. नहीं मुड़ना है. യേശു പറയുകയാണ്, यीशु कहता है കലപ്പയ്ക്ക് കൈവച്ച ശേഷം जो जुबा तैयार करने के बाद പുറകോട്ട് നോക്കുന്നവനൊന്നും സ്വർഗരാജ്യത്തിന് കൊണ്ടുവനല്ല. पीछे मुड़ने से परमेश्वर के राज के लिए उचित व्यक्ति नहीं है. അതുകൊണ്ട് നാം ദൈവവേല ചെയ്തേ പറ്റൂ. इसलिए प्रभु की सेवा करना ही है. എല്ലാ ദിവസവും നാം ദൈവവേല ചെയ്യണം. रोज सुसमाचार फैलाना है. ഞങ്ങളുടെ ചർച്ചിൽപ്പെട്ട പാസ്റ്റർമാരോട് ഞാൻ ചിലപ്പോൾ പറയും, मेरे कलिसिया का मेरे साथ सहकर्मी लोगों से मैं कहता हूँ, ഒരു ദിവസം 10 പേരോടെങ്കിലും സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ അന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്. मैं कहता हूँ मेरे विश्वासियों को, पादरियों को एक दिन में कम से कम 10 लोगों को सुसमाचार
यदि ना सुनाए तो उसी दिन रोटी मत खाना, നമ്മൾ ഈ സുവിശേഷത്തിനായിട്ട് ദൈവം നമ്മളെ ആക്കി क्योंकि വെച്ചിരിക്കുകയാണല്ലോ. सुसमाचार के लिए प्रभु ने हमें बुलाया। ഇനി നാം പ്രവർത്തിക്കാതിരുന്നാൽ നാം ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. यदि हम सुसमाचार सुनाने के लिए तैयार नहीं है तो आपको प्रभु के उपस्थिति में लेखा देना पड़ेगा। ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. കഥ मैंने एक कहानी, सोने वाला सब जाग जा, एक स्टोरी मैंने सुना है, ഒരു അർത്ഥവത്തായ കഥയാണ്. एक महत्वपूर्ण कहानी। D.N. മൂഡി എന്ന് പറഞ്ഞ ദൈവദാസനെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? कितने लोग सुना है डीएल मूडी? അദ്ദേഹം ഒരു വലിയ സുവിശേഷ एक പ്രസംഗകനായിരുന്നു. बड़ा प्रचारक था डीएल मूडी। അനേകരോട് സുവിശേഷം പറയുമായിരുന്നു. हजारों के तादात्म्य के लोगों के बीच में जाके सुसमाचार सुनाता। അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഓരോ ദിവസവും ആളുകൾ മാനസാന്തരപ്പെടുമായിരുന്നു. रोज हजारों लोग यीशु को ग्रहण करता था। ഒരു ദിവസം അദ്ദേഹം ചിലരോട് സുവിശേഷം പറഞ്ഞു. एक दिन ऐसे सुसमाचार सुनाया। സാധാരണ ദിവസങ്ങളിൽ രക്ഷിക്കപ്പെടുന്നതിനേക്കാൾ ആള് അന്ന് രക്ഷിക്കപ്പെടുവാനായിട്ടിടയായി. और बाकी दिनों से बढ़कर उस दिन यीशु मसीह को ज्यादा लोग कबूल कर लिया। D.N. മൂഡിക്ക് വലിയ ക്ഷീണം തോന്നി. അത് കഴിഞ്ഞ് അദ്ദേഹം തന്റെ शाम के वक्त में बहुत थके मांदे, बहुत थकावट हो गया। അദ്ദേഹം വിശ്രമിക്കുന്നതായ ഹോട്ടലിലേക്ക് വന്നു. होटल में आराम करने के लिए चला गया। ആ ഹോട്ടലിൽ നിന്ന് ഒരു കാപ്പി കുടിച്ചിട്ടാണ് അദ്ദേഹം വന്നത്. वो होटल से कॉफी पीकर आया था। അദ്ദേഹം ആ റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ Yes. ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തോട് സംസാരിച്ചു. जैसे होटल रूम में आ गया, प्रभु की आत्मा ने ये बात बताया, നീ ഉറങ്ങരുത്, നീ എഴുന്നേറ്റ് നിനക്ക് കാപ്പി കൊണ്ടു തന്ന ആ ആളിനോട് പോയി സുവിശേഷം പറയണമെന്ന്. और तू नहीं सोना, जिसने आपको कॉफी पिलाया उनके पास जाकर सुसमाचार सुनाना। D.N. മൂഡി അത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. डीएल मोडी ने ज्यादा उसको कोई महत्व नहीं दिया, കാരണം മൂഡിക്ക് അന്ന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. क्योंकि दिन भर प्रचार करने के कारण डीएल मोडी उसी रात को बहुत थके मांदे था। അന്നത്തെ പ്രവർത്തനത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ മറ്റു ദിവസങ്ങളിൽ രക്ഷിക്കപ്പെടുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ അന്ന് രക്ഷിക്കപ്പെട്ടു. सुनिए, उसी शाम को सबसे ज्यादा बाकी दिनों से उसी शाम को लोग चंगाई पाया, उधार पाया है। അതുകൊണ്ട് മൂടി വിചാരിച്ചു, നാളെ ആകട്ടെ, ഇന്ന് ക്ഷീണമല്ലേ, വിശ്രമിക്കാം, നാളെ രാവിലെ അതിരാവിലെ ഞാൻ എഴുന്നേറ്റ് ആ ആളിനോട് സുവിശേഷം പറയാമെന്ന് തീരുമാനിച്ചു. और मोदी ने विचार किया, आज मैं आराम करूंगा, कल सुबह उठकर जिसने मुझे कॉफी पिलाया उनको मैं सुसमाचार सुनाऊंगा। അദ്ദേഹം കിടന്നുറങ്ങി. उसी रात को डीएल मोडी होटल में सो गया। അന്ന് ഉറക്കം വരുന്നില്ല. രാത്രി उसी रात को 12 बजे तक डीएल मोडी को नींद नहीं आ रहा है। അർദ്ധരാത്രി വരെ ഈ ഉറക്കം വരാതെ आधी रात तक उसको नींद नहीं आ रहा है। ഒടുവിൽ അദ്ദേഹം ഉറങ്ങി. और आखिर में പിറ്റേന്ന് आधी रात के बाद वो सो गया। പിറ്റേന്ന് രാവിലെ അദ്ദേഹം ഉറക്കം ഉണർന്ന് दूसरे दिन जैसे नींद से उठा, ഈ ഹോട്ടലിലേക്ക് പോവുകയാണ്. തനിക്ക് ഒടുവിൽ കാപ്പി കൊണ്ടുവന്ന ആ യുവാവിനെ ഒന്ന് കാണാൻ. और होटल में जा रहा है, जिसने कॉफी पिलाया उस व्यक्ति से मिलने के लिए। ചെല്ലുമ്പോൾ ആ ഹോട്ടല് അടഞ്ഞു കിടക്കുകയാണ്. ओ फलाना होटल उस वक्त बंद पड़ा है। ഹോട്ടലിലെ ജീവനക്കാർ വളരെ നിരാശയോടെ നിൽക്കുകയാണ്. और तमाम लोग वहाँ का जो सेवा नौकरी करने वाला लोग बहुत दुखी में खड़े हैं। D.N. മൂഡി അവിടെ തിരക്കി ഇന്നലെ എനിക്ക് അവസാനമായി ഭക്ഷണം കൊണ്ടു തന്ന ചെറുപ്പക്കാരനെ കാണാൻ. और उन नौकरी करने वालों से पूछा, कल शाम को एक जवान ने मुझे कॉफी पिलाया, वो जवान कहाँ है? ആ ഹോട്ടലിലെ മാനേജർ വളരെ നിരാശയോടെ മൂഡിയോട് ചോദിച്ചു, എന്താണ് കാര്യം? ओ होटल की मैनेजर साहब ने पूछा, हुआ क्या है? ഹോട്ടൽ മാനേജർ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഒരിക്കലും അദ്ദേഹത്തെ കാണാൻ കഴിയില്ല. होटल मैनेजर ने डीएल मोडी से बोला, तू कभी भी वो जवान से अब नहीं मिल पाएगा। ചില ദിവസങ്ങളായിട്ട് അദ്ദേഹം നിരാശയിലായിരുന്നു. और कुछ दिनों से वो निराशा में डूबा हुआ व्यक्ति था। നിങ്ങൾക്കാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കാപ്പി കൊണ്ടു തന്നത്. आपको सबसे आखिरी में उन्होंने कॉफी पिलाया था। അത് കഴിഞ്ഞ് അദ്ദേഹം റൂമിലേക്ക് പോയി ആത്മഹത്യ ചെയ്തു. और वो व्यक्ति आपको कॉफी पिलाने के बाद अपने कमरे में जाके आत्महत्या कर दिया। ഇന്ന് ഈ ഹോട്ടൽ അവധിയാണ്. आज ये होटल
छुट्टी है। ഞങ്ങൾ നിരാശരാണ്. हम सभी लोग निराश में है। മാനേജർ പറഞ്ഞു, DN മൂടി നിങ്ങൾ ഇന്നലെ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു എങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാമായിരുന്നു എന്ന്. और मैनेजर साहब ने बोला DN कल यदि वो लड़का से यदि बात किया होता तो वो आत्महत्या से बच जा सकता था। DN മൂടി അതീവ ദുഃഖിതനായിട്ട് അദ്ദേഹത്തിന്റെ റൂമിലേക്ക് പോയി. डील मोड़ी दुखी होकर अपने कमरा में चला गया അദ്ദേഹം കിടന്നുറങ്ങി. और उसी रात को वो सो गया। അദ്ദേഹത്തിന് വളരെ ദുഃഖമുണ്ടായി. दुख से डील मोड़ी भर गया। ഉറക്കത്തിൽ DN മൂടി ഒരു സ്വപ്നം കാണുകയാണ്. रात को स्वप्न देख रहा था। ആ സ്വപ്നം ഇങ്ങനെയാണ്, वो स्वप्न इस प्रकार का था, യേശു ക്രിസ്തു വീണ്ടും വന്നു. यीशु मसीह बादलों पर वापस आया, തന്റെ ജനത്തെ ചേർത്തുകൊണ്ട് पवित्र लोगों को स्वर्ग ले गया। അവസാന ന്യായവിധി आखिर നടക്കുകയാണ്. में अंध्य श्वेत सिंहासन पर सबको सजा देने लगा। യേശു ക്രിസ്തു എന്നോട് കൂടെ അനേക വിശുദ്ധന്മാരും DN മൂടി എല്ലാം ഇരിപ്പുണ്ട്. यीशु मसीह के संग डील मोड़ी और करोड़ों पवित्र लोग यीशु के संग था। ഈ ലോകത്തെ ന്യായം വിധിക്കുകയാണ്. संसार को सजा दे रहा है, न्याय कर रहा है। രക്ഷിക്കപ്പെടാത്ത അനേകർ അവരുടെ മുൻപിൽ കൂടെ उद्धार വന്നു. ना पाए हुए करोड़ों लोग आए അവരെല്ലാം ന്യായം വിധിച്ച് നിത്യ നരകത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. और सबको सजा देकर नरक की ओर भेज रहा है। അങ്ങനെ ഇരിക്കുമ്പോൾ ആത്മഹത്യ ചെയ്തവർ വരാൻ തുടങ്ങി. सुनिए, आत्महत्या करने वालों का लंबे कतार में आ रहा है। ഈ DN മൂടിക്ക് ഏറ്റവും ഒടുവിൽ കാപ്പി കൊടുത്ത ആ മനുഷ്യനും അതിൽ കൂടെ നടന്നു വരികയാണ്. डील मोड़ी को कॉफी पिलाया वो जवान भी उस वक्त वहां पर आ गया। അവിടെ വന്നപ്പോൾ ആ മനുഷ്യൻ ഒരു നിമിഷം അവിടെ നിന്ന് वहां पर ये जवान प्रभु के न्यायासन के सामने खड़ा हो गया। DN മൂടിയുടെ നേരെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, डील मोड़ी की ओर उंगली उठाते हुए कहा, അയ്യോ മൂടി, हे मोड़ी, ഞാൻ നിങ്ങൾക്കാണല്ലോ അവസാനമായി ഭക്ഷണം തന്നത്. सबसे आखिर में मैंने आपको कॉफी पिलाया। നിങ്ങൾ അനുഭവിച്ച ഈ സന്തോഷം, आपने जो अनुभव किया हुआ आनंद, ഈ യേശുവിനെ കുറിച്ച് നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു എങ്കിൽ ये यीशु मसीह के बारे में यदि अच्छे जानकारी मुझे दिया है तो ഞാൻ നരകത്തിലേക്ക് പോവുകയില്ലായിരുന്നു. मैं आत्महत्या नहीं करता था, ഞാൻ നിങ്ങളോടൊപ്പമായിരിക്കുമായിരുന്നു. मैं आपका संग रह सकता था। മൂടി പെട്ടെന്ന് ഞെട്ടി കണ്ണുകൾ തുറക്കപ്പെടുവാനായിട്ടിടയായി. और मोड़ी ये सुनकर चकित हो गया, आंख खुल എന്നെ गया। കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, भाई बहनों, നാം ചിലപ്പോൾ സ്വർഗത്തിൽ പോയിരിക്കും. हम तो स्वर्ग जाएंगे, പക്ഷേ നമുക്കെതിരെ അനേക കൈകൾ ഉയരും. लेकिन सुनिए सुनिए भाई बहन, नम्बरे- आपके ऊपर कई उंगली उठाएंगे। നമ്മുടെ അയൽവാസികൾ, हमारे पड़ोसी आपके ऊपर उंगली उठाएंगे। നമ്മുടെ ബന്ധുമിത്രാദികൾ, हमारे रिश्तेदार लोग, നമ്മുടെ വീട്ടിൽ മീൻ കൊണ്ടുവരുന്ന ആളുകൾ, हमारे घर में सब्जी लेकर आने वाला वो लड़का, നമ്മുടെ വീട്ടിൽ പത്രം കൊണ്ടിടുന്ന ആളുകൾ, अखबार लेकर आने वाला वो जवान, നാമുമായിട്ട് ഇടപെടുന്ന അനേക ആളുകൾ നമ്മെ നോക്കിയിട്ട് പറയും, നീ എന്നോട് ഈ സുവിശേഷം എന്ന് പറഞ്ഞില്ലല്ലോ എന്ന്. दूध लाने वाला वो जवान, ये सब आपके ऊपर एक दिन उंगली उठाएंगे। ये यीशु मसीह के बारे में क्यों मुझे नहीं बताया? അതിന് നാം ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. प्रभु को बस्ती में आपको लेखा देना पड़ेगा। നമുക്കൊരു തീരുമാനത്തിലേക്ക് വരാൻ क्या കഴിയുമോ? क्या आज एक फैसला करने के लिए तैयार है? ഞാൻ എന്നും സുവിശേഷം അറിയിക്കും. बोलिए, आज से मैं सुसमाचार ഞാൻ सुनाऊंगा, സുവിശേഷ വേലയെ സഹായിക്കും. मैं सुसमाचार के लिए मदद करूंगा। എനിക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാ താലന്തുകളും ഞാൻ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്ന്. सुनिए सुनिए, प्रभु ने मेरे जीवन में दिया तमाम टैलेंटों को मैं इस्तेमाल करूंगा। നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാണോ? क्या आप तैयार है? ഒന്നാമതൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. मैं एक सवाल पूछना चाहता हूँ, നിങ്ങൾ എല്ലാവരും മാനസാന്തരപ്പെട്ടവരാണോ? क्या तमाम लोग उद्धार पाया है? എങ്ങനെയാണ് മാനസാന്തരപ്പെടുന്നത്? आज क्या उद्धार पाना चाहते हो? ദൈവമുൻപാകെ സ്വയം പാപിയാണെന്ന് സമ്മതിച്ച് प्रभु को बस में स्वयं पापी है करके कबूल कर, നമ്മുടെ പാപത്തെല്ലാം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് तमाम पापों को कबूल कर, യേശുവിനെ രക്ഷകനും കർത്താവുമായി यीशु मसीह के उद्धार करता के ഹൃദയത്തിൽ സ്വീകരിച്ച് दिल
के अंदर स्वीकार करके ദൈവത്തിലേക്ക് തിരിയുന്നതാണ് യഥാർത്ഥ മാനസാന്തരം. प्रभु की ओर फिरना है, ये सचमुच में मन फिराना। പിന്നെ നമ്മൾ നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടമാണ് നാം ചെയ്യാൻ हम പോകുന്നത്. अपनी मर्जी नहीं है, प्रभु की मर्जी पूरा करना। പിന്നെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നമ്മൾ പുറപ്പെടുവിക്കണം. फिराने के योग्य फल लाना। ദൈവവചനപ്രകാരം നമ്മൾ ജീവിക്കണം. प्रभु के वचन के आधार पर जीना है। രണ്ടാമത് സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ സ്നാനപ്പെടണം. जो लोग बपतिस्मा नहीं लिया है, बपतिस्मा लेना है। മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി मन फिराए हुए लोग പിതാവിന്റെ പുത്രന്റെ पिता पुत्र पवित्र आत्मा नाम से बपतिस्मा लेना, വെള്ളത്തിൽ മുങ്ങി पानी में डूब कर बपतिस्मा लेना, സുവിശേഷ വേല ചെയ്യാൻ ഒരുങ്ങുമ്പോൾ सुसमाचार सुनाने के लिए അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാഭിഷേകം उसके बाद पवित्र आत्मा पाना जरूरी है। പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. पवित्र आत्मा के बपतिस्मा पाना। കാരണം പരിശുദ്ധാത്മാവാണ് സുവിശേഷ വേലയ്ക്കുള്ള ശക്തി पवित्र തരുന്നത്. आत्मा आपको सुसमाचार फैलाने के लिए सामर्थ्य देता है। നമുക്കറിയാം ശിഷ്യന്മാർക്ക് കർത്താവ് അധികാരം കൊടുത്തു. 6 लोगों को प्रभु ने अधिकार दिया। പാമ്പുകളെയും തേളുകളെയും सांबर वृक्षों को कुचलने के लिए अधिकार दिया। അധികാരം യേശു ശിഷ്യന്മാർക്ക് കൊടുത്തു. अधिकार यीशु 6 लोगों को दिया। പക്ഷേ ഈ അധികാരം ഉപയോഗിക്കണം. ये अधिकार इस्तेमाल करने के लिए ശക്തി ആവശ്യമാണ്. सामर्थ्य पाना जरूरी है। അതിനാണ് ദൈവം തന്റെ ജനത്തിന് പരിശുദ്ധാത്മാവിനെ इसलिए पवित्र आत्मा आपको दिया है। നേരത്തെ നാം കേട്ടല്ലോ, आप सुना है, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ पवित्र आत्मा तुझ पर उतरेगा, നിങ്ങൾ ശക്തി तुम ലഭിച്ചിട്ട് सामर्थ पाओगे നിങ്ങൾ കർത്താവിന്റെ സാക്ഷികളാകാം. और दुनिया के कोने तक गवाह ठहरोगे। പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാതെ पवित्र आत्मा के शक्ति के बिना आप सुसमाचार सुना नहीं सकता, സുവിശേഷ വേല ചെയ്യാൻ കഴിയില്ല. सुसमाचार सुना नहीं सकता। അതുകൊണ്ട് അഭിഷേകം പ്രാപിക്കാത്ത इसलिए जो लोग अभिषेक नहीं पाया वे लोग अभिषेक प्राप्त करना നിങ്ങളുടെ മുമ്പിൽ നിന്ന് കരയണം. और प्रभु को मसीह में रोना है, ഉപവസിക്കണം, उपवास करना, പ്രാർത്ഥിക്കണം, प्रार्थना करना, പരിശുദ്ധാത്മാഭിഷേകത്തിന് पवित्र വേണ്ടി आत्मा की ആഗ്രഹിക്കണം. सामर्थ पाने के लिए इंतजार करना, മാത്രമല്ല साथ ही साथ ചില കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. वरदान के लिए दुआ करना। അങ്ങനെ ദൈവകൃപയുണ്ടെങ്കിലേ സുവിശേഷ വേല परमेश्वर के आने के നടക്കുകയുള്ളൂ. लिए हमारे ऊपर है तो हम सुसमाचार അതിനുവേണ്ടി सुना। നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കണം. आप अपने आप को समर्पण करना, എന്നും ബൈബിൾ വായിക്കണം, रोज बाइबल पढ़ना മണിക്കൂറുകൾ പ്രാർത്ഥിക്കണം. और कई समय तक ആ प्रार्थना करना। പ്രാർത്ഥനയുടെ ശക്തിയോടെ വേണം प्रार्थना के सामर्थ्य से നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി सुसमाचार फैलाना है। നിങ്ങൾക്ക് അതിന് തയ്യാറുണ്ടോ? क्या आप तैयार? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. हम आपके लिए दुआ करने के लिए जा रहा है। ഈ വലിയ വേലയ്ക്ക് ദൈവം നമ്മെ ആക്കിയിരിക്കുക. ये सेवकाई के लिए प्रभु ने हमें नियुक्त किया, അതിനുവേണ്ടി ഒരുങ്ങുക. उसके लिए तैयार हो जाओ। യേശു ക്രിസ്തു പരസ്യവേല ചെയ്യുന്ന തുടങ്ങുന്നതിന് മുൻപ് प्रभु यीशु मसीह सेवकाई करने से पहले യേശു സ്നാനമേറ്റു, यीशु बपतिस्मा लिया, 40 ദിവസം ഉപവസിച്ചു 40 പ്രാർത്ഥിച്ചു. दिन उपवास करके അത് प्रार्थना, കഴിഞ്ഞ് സാത്താന്റെ പരീക്ഷ വന്നു. उसके बाद परीक्षा आ അത് गया, കഴിഞ്ഞാണ് യേശു തന്നെ उसके ശുശ്രൂഷ बाद തുടങ്ങുന്നത്. यीशु मसीह चमत्कार करना शुरू किया। ഇത് തന്നെയാണ് നമ്മുടെ മാതൃക. ये हमारा नमूना। മാനസാന്തരപ്പെടാത്തവര് മാനസാന്തരപ്പെടുക. जो लोग मन नहीं फिराया मन फिराने के लिए तैयार हो जा। പാപവഴികളെ ഉപേക്ഷിക്കുക. पाप की राह छोड़ लो, ഒരു വിശുദ്ധ ജീവിതത്തിനായിട്ട് पवित्र जीवन സമർപ്പിക്കുക. बिताने के लिए तैयार हो जा। സ്നാനപ്പെടുക. बपतिस्मा ले, ദൈവവചനപ്രകാരം ജീവിക്കുക. खुदा की राह पर चलो, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുക. पवित्र आत्मा के अभिषेक प्राप्त करे കൃപാവരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുക. और वरदान के लिए प्रार्थना। ആ ശക്തിയോടെയായിരുന്നു അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലന്മാർ പ്രവർത്തനത്തിനായിട്ട് പോയത്. और इसी सामर्थ्य के साथ प्रेरित लोग सुसमाचार सुनाने के लिए चले गए। നിങ്ങൾ ഇതിന് മനസ്സുണ്ടെങ്കിൽ നിങ്ങളെ നിറയ്ക്കുവാൻ ദൈവം മതിയായവനാണ്. क्या आप तैयार है? प्रभु आपको भरने जा रहा है। നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? क्या आप प्रार्थना करना चाहते हो?